ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിനെ നമുക്കെങ്ങനെ കളർ ഫോട്ടോ ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീട്ടങ്ങ് പോയേക്കാം. ഇതിനായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് റെമിനി ഫോട്ടോ എൻഹാൻസർ എന്നാണ്. ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു സൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സൈനിങ് ചെയ്യാം. പിന്നീട് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ 2-3 ഓപ്ഷൻസുകൾ കാണാം. അതിനകത്ത് തന്നെ കളറൈസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ഗാലറിലോട്ട് ഓപ്പണായി വരും. അവിടെ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർ ഫോട്ടോ ആക്കി മാറ്റേണ്ടത്, ആ ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യാം. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ടൊരു ടിക്ക് മാർക്ക് ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം ക്രിയേറ്റിംഗ് ടാസ്ക് ചെറിയൊരു ലോഡിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു ഫോട്ടോയുടെ ബിഫോർ ആൻഡ് ആഫ്റ്ററുകൾ കാണാൻ സാധിക്കും. നമുക്ക് നടുക്കുന്ന സ്ക്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബിഫോറും ആഫ്റ്ററും നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കും. നമുക്ക് കാണാം ആ ഒരു ഫോട്ടോ ബിഫോറിൽ നിന്ന് ആഫ്റ്ററിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പോയി നല്ലൊരു കളറൈസ് ഫോട്ടോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലൊരു ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈലിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.